അച്ഛൻ ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ UK യിലും കാനഡയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ വരിക. ഒരു ഹോട്ടലിൽ പോയി തുടയ്ക്കാൻ പോകാൻ എന്ത് ഇഷ്ടമാണ്. ഇത്ര യൂറോ കിട്ടും. ഒരു 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 ടോയ്ലറ്റിൻ്റെ ഒക്കെ ക്ലീനിങ്ങിന് പോകാൻ എന്തിഷ്ടമാണ്. നമുക്ക് ഇത്ര യൂറോ കിട്ടും. ₹1 ഉണ്ടാക്കാൻ മോനെ അധ്വാനിക്കുക, മിടുക്കനായിട്ട് ഇറങ്ങിപ്പോടാ, നീ പോയി ചെയ്യ്, ധൈര്യമായിട്ട് പോ. ഈ ലോകം നമ്മുടേതാണ്. ഈ കാണുന്ന കണ്ടമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഈ വരമ്പെല്ലാം നമ്മൾ കെട്ടിപ്പൊക്കിയതാണ്. മോനെ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോടാ. നമ്മുടെ ആൺപിള്ളേരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ വല്ലവരും വരുമ്പോൾ ആരാടെന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ. നമ്മൾ ആരാ അടിക്കാനോ കൊല്ലാനൊന്നുമല്ല. ആരാടെന്ന് ചോദിച്ചാൽ എന്താടെന്ന് തിരികെ ചോദിക്കുന്ന ശക്തരായ നസ്രാണികളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ തലമുറ നോക്കി എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നത്? നമുക്ക് ഒത്തിരി അപജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്വയം ചിന്തിക്കണം. കാരണം നമ്മുടെ കരുത്ത് ധൈര്യത്തോടെ കാലെടുത്ത് വെക്കാൻ നമ്മുടെ മക്കൾക്ക് കരുത്ത് കൊടുക്കണം. ജീവിതത്തിന് കരുത്ത് കൊടുക്കണം. പള്ളിയിലെ പ്രാർത്ഥനകളിൽ നിന്ന് ശക്തി സ്വീകരിച്ച്, കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മൾ ധൈര്യത്തോടെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ത്രാണി കൊടുക്കണം. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഈശോ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഈശോ നമ്മളെ കാത്തിരിക്കുന്നു. ആ കർത്താവിനെ സ്നേഹിക്കാനും ഈശോയോട് കൂടുതൽ അടുക്കാനും നമ്മൾ ഇന്നിതാ ഫ്രാൻസിസ് സേവ്യർ എന്നുള്ള പുണ്യാളച്ചൻ്റെ ജീവിതത്തിലൂടെ ചിന്തിച്ചുകൊണ്ട് ഈ തിരുനാൾ ആചരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഫ്രാൻസിസ് സേവ്യർ ആരാണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പല വർഷങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ. അത് ചൈനയുടെ ഒരു കൊച്ചു ദ്വീപ്, നമ്മുടെ ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള ഒരു കൊച്ചു ദ്വീപ്, ഒരു ചെറിയ ദ്വീപില് ഈ മനുഷ്യൻ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടുകളിൽ, രോഗങ്ങളിൽ, പാടുപീഠകളിൽ പെട്ട് ഇരിക്കുന്ന ഒരു ഫ്രാൻസിസ് സേവ്യറിന്റെ ചിത്രമുണ്ട്. ആ ദ്വീപിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത മെയിൻ ലാൻഡ്, വലിയ ആ രാജ്യമായ ചൈനയിലേക്ക് തൊട്ടടുത്താണ്, അതിലേക്ക് എത്തുക. ചൈനയെ മുഴുവൻ ഈശോയെ കുറിച്ച് പറയുക. ഇന്ത്യയിൽ മുഴുവൻ ഈശോയെ കുറിച്ച് പറഞ്ഞതുപോലെ ചൈന മുഴുവൻ ഈശോയെ കുറിച്ച് പറയുക. ഈ സ്വപ്നവുമായിട്ട് ഉറക്കമില്ലാതെ രാത്രി എഴുന്നേറ്റിരിക്കുകയും വീണ്ടും കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രാൻസിസ് സേവ്യർ, അദ്ദേഹം അവിടെ മരിക്കുകയാണ്. അദ്ദേഹം ആ രാത്രിയിൽ അവിടെ മരിക്കുകയാണ്. ചൈനയെ മാനസാന്തരപ്പെടുക എന്നുള്ള സ്വപ്നവുമായിട്ട് ആ ചൈനയുടെ തന്നെ ദ്വീപിൽ അദ്ദേഹം മരിക്കുകയാണ്. സാൻചുയാൻ ദ്വീപാണ്. ഈ ഫ്രാൻസിസ് സേവ്യറിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ വിട്ടുകളയരുത്. നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ഇതാണ്. ഈശോയെ എല്ലാവർക്കും കൊടുക്കുക, ഈശോയെക്കുറിച്ച് എല്ലാവരോടും പറയുക. ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ ഇടവകയിലായിരിക്കുന്നത്. ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. ഈശോയെ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശക്തി കിട്ടും. ഈശോയെ പ്രഘോഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ബലവും നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യവും കിട്ടുക. അപ്പം നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ചേന്നങ്കരി പള്ളിയിലായിരുന്നു കുർബാന. അത് കഴിഞ്ഞാണ് അച്ഛൻ ഇങ്ങോട്ട് ദൈവകൃപയാൽ ഓടി വന്നത്. നമുക്കറിയാം, ചേന്നങ്കരി ചാവറേച്ച മാമോസ മുങ്ങിയ ഒരു പള്ളിയാണ്, പുരാതനമായ പള്ളിയാണ് ചേന്നങ്കരി. ഇതുപോലെ നമ്മുടെ കുട്ടനാട്ടിലെയൊക്കെ പുരാതനമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഈശോയെ പ്രഘോഷിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ അറ്റുപോകും, നമ്മൾ നശിച്ചു പോകും, നമ്മുടെ കൾച്ചർ നശിച്ചു പോകും. നമ്മുടെ പ്രിയപ്പെട്ട അത്തികൾ അച്ഛനും നമ്മളെല്ലാവരും ചേർന്ന് വിയർപ്പൊഴുക്കി രക്തം ചിന്തി പണിത ഈ പള്ളി, ഇവിടെ പ്രാവുകൾ കയറി ഇവിടെ വസിക്കും. നമ്മൾ അറ്റുപോകും. ഇവിടെ നമ്മുടെ തലമുറകൾ നശിച്ചു പോകും. ഈശോയെ കൊടുത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും ജീവിതത്തിന് അർത്ഥമില്ല. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഞാൻ ഒത്തിരി സ്നേഹിച്ചൊരു കുഞ്ഞുണ്ട്. അവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇടവകയിൽ ഒക്കെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തൊരു കുടുംബം. ആ കുടുംബത്തിൽ പിന്നീട് മനസ്സിലാക്കി പ്രാർത്ഥനകൾ വലുതായിട്ടൊന്നുമില്ല, പള്ളിയായിട്ടുള്ള ബന്ധം കുറഞ്ഞു, ഈ മക്കൾക്ക് കൂദാശകളോട് ബന്ധമില്ല. പതിയെ പതിയെ അവരുടെ വീട്ടിലെപ്പോഴും സഭയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കൂടി വന്നു. കഴിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും രാവിലെയും വൈകിട്ടും എല്ലാം എല്ലാവരെയും വിമർശനമായിപ്പോയി. അവസാനം ഈ മക്കൾക്ക് പള്ളിയോട് അറപ്പും വെറുപ്പുമായി.
അവര് മറ്റ് മതസ്ഥരെയൊക്കെ വിവാഹം ചെയ്തു. ഇപ്പൊ ഈ ചാച്ചനും അമ്മയും അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരിറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു. അവരെ വന്ന് നോക്കാനായിട്ട് മറ്റുള്ളവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവരാകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു കുടുംബത്തിൻ്റെ അതിലൂടെ ഞാൻ കടന്നു പോവുകയാണ്, ആ വീടിൻ്റെ അവസ്ഥയിലൂടെ. ഇനി ആ ഇടവകയിൽ ആ കുടുംബം എന്നുള്ള പേരില്ല. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് ആ വീട് വിറ്റുപോകും ആ ഇടവകയിൽ നിന്ന്. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ താളുകളിൽ ഒരു മാമോദിസ രജിസ്റ്ററെ പോലും ആ വീടിന്റെ പേരില്ല. നമ്മൾ പറയാറില്ലേ, കലാപ്ര തല്ലി പോവാന്നൊക്കെ പറയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, വളരെ അടുക്കും ചട്ടയോടും കൂടി ചിന്തിച്ചാൽ ഈശോയെ കൊടുക്കുന്നതിന് ഒന്നാം സ്ഥാനം അച്ഛനും സിസ്റ്റർമാരും നമ്മളെല്ലാവരും, ഓരോ വീട്ടിലെ അപ്പനും അമ്മയും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബം അറ്റുപോകും. അത് കേരളത്തിൽ നിന്നാകട്ടെ ലോകത്ത് ഭൂപടത്തിൽ നിന്ന് അറ്റുപോകും. അതുകൊണ്ടാണ് ഈ ഫ്രാൻസിസ് സേവ്യർ നമുക്കൊരു മാതൃകയാണ്. നോക്കിയേ, ഈ തീരദേശ മേഖലകളിലും ഇന്ത്യ മുഴുവനും ചൈനയുടെ ഹൃദയത്തിൽ പോലും യൂറോപ്പിൽ നിന്ന് കപ്പലേല് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ എല്ലാം ഓടി നടന്ന് കാലയില് തീ പിടിച്ചതുപോലെ ഈശോയെ കൊടുത്തൊരു മനുഷ്യന്റെ പുണ്യപ്പെട്ട ഓർമ്മ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മൾ ഒരിക്കലും മറക്കരുത്, ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ഉള്ള കഞ്ഞിയും കുടിച്ച് കുട്ടനാട്ടില് ഉള്ള കരിമീനൊക്കെ കഴിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ഇവിടെ ജീവിച്ചുകൊണ്ട് ഈശോയെ കൊടുക്കണം, ഈശോയെ കൊടുക്കണം. പ്രിയപ്പെട്ട ചാച്ചന്മാരെ, നിങ്ങളെല്ലാം വൈദികരാണ്. നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ വികാരിച്ചൻ ഇവിടെ ബലി അർപ്പിക്കുന്നത്. നിങ്ങളെല്ലാം വൈദികരാണ്. നമ്മുടെ അമ്മമാരെല്ലാവരും വൈദികരാണ്. നമ്മൾ ദൈവജനം വൈദികരാണ്. എല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ്. ഈശോയെ നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതിന് 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായത് ഒരു ചോദ്യമാണ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ഇപ്പം ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കരുത് ഈ കാണുന്നതാണ് ലോകമെന്ന്. അതല്ല, ലോകം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയില്ലാത്ത പല സ്ഥാനമാനങ്ങളാകാം, വസ്തുക്കളാകാം. ഉൾക്കാഴ്ചയില്ലാത്ത ജീവിതമാണ് ലോകം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടി ജീവിക്കുന്നു? എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു? അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ? വീട്ടിൽ സമാധാനമുണ്ടോ? നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടോ? വീട്ടിലൊരു പൊട്ടിച്ചിരിയുണ്ടോ? സന്തോഷമുണ്ടോ? നമ്മുടെ മക്കള്, അവർക്ക് നല്ലൊരു വസ്ത്രം നമ്മൾ മേടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പനെ അമ്മയും മക്കൾ കരുതുന്നുണ്ടോ? രാവിലെ ഉണ്ടും ഉറങ്ങിയും എഴുന്നേറ്റും ഒക്കെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോവാണ്. അവിടെയാണ് ഫ്രാൻസിസ് സേവ്യർ നമുക്കൊരു പുതിയ ദർശനം തരിക. ഉൾക്കാഴ്ചയോടെ ജീവിക്കുക. നമ്മൾ ഈ ലോകത്ത് കിടന്ന് തലകുത്തി മറിഞ്ഞ് ജീവിക്കുമ്പോൾ ഉൾക്കാഴ്ചയോടെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉൾക്കാഴ്ചയോടെ ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു കപ്പ് കാപ്പി കുടിച്ചാലും ശാന്തമായിട്ടിരുന്ന് കുടിക്കാൻ സാധിക്കണം. വേറെ രാവിലെ പള്ളിയിലോട്ടുള്ള നമ്മുടെ ഓട്ടം, നമ്മുടെ അമ്മച്ചിമാർ, അച്ഛനും കൈനരിക്കാരനാണ്, വള്ളത്തെ കയറി വരണം, അല്ലേ എങ്ങനെയെങ്കിലും ഓടി പിടിച്ച് ഇവിടെ വരണം. നമുക്കറിയാം എന്ത് തിരക്കാണ്. നമ്മളെല്ലാവരും തിരക്കിട്ട് നടക്കുകയാണ്. നമ്മൾ ഒരു കപ്പ് കാപ്പി പോലും ആസ്വദിച്ച് കുടിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു ഭക്ഷണം പോലും ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് സമയമില്ല. കിട്ടുന്നത് കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോവാണ്, അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും. തിരക്കിൻ്റെ ലോകമാണ്. ഇവിടെ നമുക്ക് ഉൾക്കാഴ്ചയോടെ ജീവിക്കാൻ സാധിക്കണം, ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമതായിട്ട്, ഫ്രാൻസിസ് സേവ്യർ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ലോകത്തെ ഈശോയിലേക്ക് നയിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിസ്സംഗതയെ തോൽപ്പിക്കുകയാണ്. ഞാൻ മാറിയാൽ ലോകം മാറുമോ? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷെ അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്, എന്നെക്കൊണ്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അദ്ദേഹം അവിടുന്ന് കപ്പൽ കയറി, പാരീസിലെ പോർട്ടുഗലിൽ നിന്നൊക്കെ കപ്പൽ കയറി അദ്ദേഹം ഇന്ത്യയിലൊക്കെ എത്തുകയാണ്. നോക്കിയേ, അന്ന് കപ്പൽ ചുരുക്ക്, അസുഖങ്ങൾ ബാധിച്ച് യാത്ര ചെയ്യുന്ന പലരും വഴിയിൽ മരിക്കും. പലരുടെയും ബോഡി പോലും കടലിലേക്ക് എറിയുകയാണ് ചെയ്യുക. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ എന്നെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഉള്ള കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നു. ഒരിക്കലുമില്ല. അദ്ദേഹം ചിന്തിച്ചു, എന്നാലാകുന്നത് ഞാൻ മാറ്റം വരുത്തും, എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ, നമ്മുടെ തീരദേശ മേഖലകളിലും നമ്മുടെ എല്ലായിടത്തും ക്രൈസ്തവർ ഇന്നായിരിക്കുന്നതിന് കാരണം രണ്ടാമത്തെ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവ്യറാണ്.
അതുകൊണ്ട് നമ്മുടെ നിസ്സംഗത നമ്മൾ മാറ്റിവെക്കണം. ഞാൻ വിചാരിച്ച എൻ്റെ വീട് നന്നാകുമോ, ഞാൻ വിചാരിച്ച എൻ്റെ കുടുംബം നന്നാകുമോ, ഞാൻ വിചാരിച്ച എൻ്റെ ഇടവക നന്നാകുമോ, എൻ്റെ സമൂഹം നന്നാകുമോ? ഇനി കഴിഞ്ഞ ദിവസം കൈനേരി എൻ്റെ പ്രദേശത്തേക്ക് എന്നെ യാത്ര ചെയ്യായിരുന്നു. അപ്പം ബസ്സിൽ വെച്ച് എന്നോടൊരു അന്യദേശക്കാരൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾ കുട്ടനാട്ടുകാർ ഗതി പിടിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയരുത്, ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. ഞങ്ങൾ കുറേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് റോഡുണ്ട്, പാലമുണ്ട്, എല്ലാം ഞങ്ങൾക്കുണ്ട്. ചേട്ടാ നോക്കിയാൽ പണ്ടത്തെ കുട്ടനാടല്ല ഇപ്പം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഇതാണ്, അച്ഛാ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഇടുങ്ങിയതാണ്. പുള്ളിയുടെ കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞു, അങ്ങനല്ല, ഞങ്ങൾ വിശാലതയുള്ളവരാണ്, ഞങ്ങൾ നോക്കിയേ ഞങ്ങളുടെ കായലൊക്കെ പോലെ തുറന്നു കിടക്കുകയാണ് ഞങ്ങളുടെ മനസ്സ്. പക്ഷെ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളെക്കുറിച്ച് ആൾക്കാർ പലതും പറയുന്നുണ്ട്. നമ്മൾ കുട്ടനാട്ടുകാരാണ്. നോക്കിയേ ഇവിടെ പല വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേസ് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ തന്നെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ നമുക്കെതിരെ നിൽക്കുന്ന ആരാണ്? നമ്മുടെ തന്നെ ആൾക്കാരാണ്. എന്താണ് അതിൻ്റെ ആന്തരിക അർത്ഥം? എന്താണ്? നിസ്സംഗതയാണ്. ഞാൻ വിചാരിച്ചാൽ എന്നാ ചെയ്യാനാ? എന്നാ പിന്നെ ഇത് നന്നാകണ്ട. ഞാൻ വിചാരിച്ചാൽ ഈ ലോകം നന്നാകും, എൻ്റെ ഇടവക നന്നാകും, എൻ്റെ വീട് നന്നാകും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ മഹത്വവും മാതൃകയും. മൂന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും നമ്മുടെ മാതാപിതാക്കൾക്കാകട്ടെ മക്കൾക്കാകട്ടെ ഈ ധൈര്യത്തോടെ ഈശോയോടൊപ്പം കാലെടുത്ത് വെക്കാനുള്ള ആത്മധൈര്യം നമുക്ക് വേണം. നമുക്കെല്ലാം ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ധൈര്യപൂർവ്വം ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ഈ ധൈര്യം കൊടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഈ അടുത്ത ദിവസം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നമ്മുടെ സുറിയാനി സഭയിലെ നമ്മുടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല, കല്യാണം കഴിയാനായിട്ട് സാധിക്കുന്നില്ല. വലിയൊരു പ്രയാസമാണ്. അപ്പോൾ എന്നോട് ഒരു പ്രൊഫസർ പറഞ്ഞതാണ്, അച്ഛാ നമ്മുടെ മക്കൾക്ക് ആൺകുട്ടികളെ ധൈര്യപൂർവ്വം വളർത്തുന്നതിൽ ഞാനും നമ്മളും പരാജയപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്നാ സാറേ അങ്ങനെ പറയുന്നത്? അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ചില അന്യ മതത്തിലെ നമ്മുടെ സഹോദരങ്ങൾ ഒരു 10ാം ക്ലാസ് ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ അപ്പൻ്റെ കടയിലോ ഇവിടെയോ, എടാ നീ പോയി നിൽക്ക്, ഒരു 500 രൂപ അവിടെ കിട്ടും, അല്ല ഇത് ചെയ്, നീ അവിടെ അങ്ങോട്ട് പോ, രാവിലെ എഴുന്നേറ്റ് പോടാ, ജോലിക്ക് പോടാ, പറഞ്ഞു വിടുക. നമ്മുടെ പാവം അമ്മച്ചി, മോനെ എൻ്റെ കുഞ്ഞല്ലേ, ചക്കരയല്ലേ, മുത്തല്ലേ, ഈ ആൺപിള്ളേരെ നമ്മൾ നോക്കി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കൊച്ചുങ്ങൾ മിടുക്കരാണ് കേട്ടോ. നമ്മുടെ ചെറുപ്പക്കാർ ഇത് കഴിയുമ്പോൾ അച്ഛനെ ഇവിടുന്ന് വിടുമോയെന്ന് എനിക്കറിയില്ല. അച്ഛൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു 100 രൂപ കൈ കിട്ടാൻ ഒരു കാറ്ററിങ്ങിന് പോവുക, അവൻ അവിടെ പോകുന്നു, അവൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എക്സ്ട്രാ ഒരു ജോലി ചെയ്യുന്നു. അച്ഛൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ UK-ലും കാനഡയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ വരിക. ഒരു ഹോട്ടലിൽ പോയി തുടയ്ക്കാൻ പോകാൻ എന്ത് ഇഷ്ടമാണ്. ഇത്ര യൂറോ കിട്ടും. ഒരു ടോയ്ലറ്റിൻ്റെ ഒക്കെ ക്ലീനിങ്ങിന് പോകാൻ എന്തിഷ്ടമാണ്. നമുക്ക് ഇത്ര യൂറോ കിട്ടും. 1 രൂപ ഉണ്ടാക്കാൻ മോനെ അധ്വാനിക്കുക, മിടുക്കനായിട്ട് ഇറങ്ങിപ്പോടാ, നീ പോയി ചെയ്യ്, ധൈര്യമായിട്ട് പോ. ഈ ലോകം നമ്മുടേതാണ്. ഈ കാണുന്ന കണ്ടമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഈ വരമ്പെല്ലാം നമ്മൾ കെട്ടിപ്പൊക്കിയതാണ്. മോനെ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോടാ. നമ്മുടെ ആൺപിള്ളേരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ വല്ലവരും വരുമ്പോൾ ആരാടെന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ. നമ്മൾ ആരെ അടിക്കാനോ കൊല്ലാനൊന്നുമല്ല. ആരാടെന്ന് ചോദിച്ചാൽ എന്താടെന്ന് തിരികെ ചോദിക്കുന്ന ശക്തരായ നസ്രാണികളാണ് നമ്മൾ. പക്ഷെ നമ്മുടെ തലമുറ നോക്കി എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നത്? നമുക്കൊത്തിരി അപജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്വയം ചിന്തിക്കണം. കാരണം നമ്മുടെ കരുത്ത് ധൈര്യത്തോടെ കാലെടുത്ത് വെക്കാൻ നമ്മുടെ മക്കൾക്ക് കരുത്ത് കൊടുക്കണം. ജീവിതത്തിന് കരുത്ത് കൊടുക്കണം. പള്ളിയിലെ പ്രാർത്ഥനകളിൽ നിന്ന് ശക്തി സ്വീകരിച്ച്, കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മൾ ധൈര്യത്തോടെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ത്രാണി കൊടുക്കണം. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കാം. 4ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഫ്രാൻസിസ് സേവ്യർ ആ ദ്വീപിൽ മരിച്ചപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി അവിടുന്ന് മലാക്ക എന്നുള്ള മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോവാണ്. ആരാലും അറിയപ്പെടാതെ ഒരു മനുഷ്യൻ ഈശോയ്ക്ക് വേണ്ടി മരണമടഞ്ഞ് സ്വന്തം പേരോ മഹിമയോ ഒന്നുമില്ലാതെ അദ്ദേഹം മരണമടയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളും കാരണം എന്താണെന്നറിയാമോ? അച്ഛൻ്റെ ആകട്ടെ ആരുടെ ആകട്ടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ പേരിന് വേണ്ടി മഹിമയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. ഈഗോ എന്നാണ് അതിന് പറയുക. ഈഗോ, ഞാൻ. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഭർത്താവായ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഭാര്യ ഞാൻ, മക്കൾ ഞാൻ. ഈ ഞാൻ ഭാവങ്ങൾ തീരുമ്പോൾ നമ്മുടെ ഈ പെരുന്നാളിന് അർത്ഥം കിട്ടും.
മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കരുത്ത് കിട്ടും. അതുകൊണ്ട് ഈ തിരുനാളിന് നമ്മുടെ ഹൃദയത്തിലെ ഞാൻ ഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ എന്നുള്ള ചിന്തയിലേക്ക് എത്തുവാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ഇന്ന് ഈ മക്കൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ജോസഫ് കുര്യന്നൂർ പറമ്പിൽ അച്ഛനോടൊപ്പം, പ്രിയപ്പെട്ട ജേക്കബ് നടുവിലേക്കുള്ള അച്ഛനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ച നീ തരണമേ. എങ്ങനെയും ജീവിച്ച് സെമിത്തേരിയിലെത്തി തീരേണ്ടവരല്ല ഞങ്ങൾ. ഓരോന്നും നന്നായിട്ട് ചെയ്യണം. ഒരു ചായ കുടിച്ചാൽ പോലും ആസ്വദിച്ച് ചെയ്യണം. ഞങ്ങൾ തിരക്കിട്ട് ബഹളം വെച്ച് ഞങ്ങളുടെ ജീവിതം ഇനി തീർക്കില്ല. ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കണം. കുടുംബങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കണം. ഞങ്ങളുടെ ആയുസ് വളരെ കുറവാണ്. രണ്ടാമത് നമ്മൾ കേട്ടു, നിസ്സംഗത മാറ്റണം. ഞാൻ ശരിയായാൽ ഈ ലോകം ശരിയാവുമോ? എല്ലാവരും ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം. അങ്ങനല്ല. ഞാൻ നന്നായാൽ ഈ ലോകം നന്നാകും. എൻ്റെ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ ലോകം നന്നാകും. മൂന്നാമത്, ധൈര്യം മക്കൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് മാറണം. ധൈര്യമുള്ള നസ്രാണികളായിട്ട് നമുക്ക് മാറണം. നമ്മുടെ മക്കൾക്ക് ധൈര്യപൂർവ്വം ജീവിക്കാനുള്ള കരുത്ത് നമുക്ക് കൊടുക്കണം, ഫ്രാൻസിസ് സേവ്യറിനെ പോലെ. നാലാമതായിട്ട്, ഞാൻ ഭാവം, എൻ്റെ പേര്, എൻ്റെ വീട്ടുപേര്, എൻ്റെ മഹിമ, എൻ്റെ കുടുംബക്കാര്. അതിനപ്പുറം ഈശോയെ ഞങ്ങളെന്ന് ചിന്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.